ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വെരി പ്രഷ്യസ്. അതാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ അത് ടു മിസ് ദാറ്റ് കിങ്ഡം നമ്മൾ കണ്ടല്ലോ. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ യേശു എന്തേരം പറയുന്നു. എവിടെ പോയാലും യേശു പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. ബിക്കോസ് ഹി നോസ് ദ ബ്യൂട്ടി ആൻഡ് ഗ്ലോറി ഫ്രം വേ ഹി കെയിം. അവിടെ നിന്നല്ലേ കർത്താവ് വന്നത്. ആ സ്വർഗസിംഹാസനത്തിൽ മാലാഖമാർ, സറാപ്പുകൾ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് അതെല്ലാം വിട്ട്, മഹിമയെല്ലാം വിട്ട്, സിംഹാസനം വിട്ട് ഈ താഴ്ന്ന ലോകത്തേക്ക് വന്ന് 33 കൊല്ലം ഇവിടെ ജീവിച്ച് കർത്താവ് എല്ലാ നന്മകളും ചെയ്ത് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിന്നെയും സ്വർഗത്തിലേക്ക് പോയി അവിടെ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു, ജീവിക്കുന്ന യേശു. ഹൂ ഈസ് ദിസ് ഗോഡ്? ഹീ ഈസ് ദ ലിവിങ് ഗോഡ്. ഹീ ഈസ് ജീസസ് ക്രൈസ്റ്റ്. എവരി നീ ഷുഡ് ബൗ ബിഫോർ ഹിം. ഫിലിപ്പിയർ 2:10-11 പറയുന്നു, എല്ലാ മുഴങ്കാലും ആ യേശുവിൻ്റെ മുമ്പിൽ മടങ്ങണം, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയണം. ആരാണോ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണോ, ഏത് മതത്തിൽപ്പെട്ടവരാണോ, ഏത് കളറിൽപ്പെട്ടതാണോ, കാസ്റ്റ്, ക്രീഡ്, എവറിഥിങ്, ഐ ഡോണ്ട് നോ എനി, യു ഷുഡ് നോട്ട് സർവ് എനി അൺനോൺ ഗോഡ്. നിങ്ങൾ ഏത് ദൈവത്തെ പൂജിക്കുന്നു എനിക്കറിയില്ല, പക്ഷേ ദ ട്രൂ ലിവിങ് ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ദ ബൈബിൾ. ഹീ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹീ ഈസ് ദ ഗ്ലോറിയസ് ഗോഡ്. ഹീ ഈസ് പ്രസൻറ്റ് എവരിവെയർ, ഓൾ ഓവർ ദ വേൾഡ്, ഇൻ heaven and on earth. Heaven is his throne and earth is the footstool. He എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, എല്ലാം അറിയുന്ന സർവശക്തനായ ആ ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവം, ഞാൻ ആരാധിക്കുന്ന ഈ ദൈവം, ഞാൻ കൂടെ നടക്കുന്ന ദൈവം, എല്ലായ്പ്പോഴും ഞാൻ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, ഞാൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ കൈ അവൻ പിടിക്കുന്നു, അവൻ്റെ കൈ ഞാൻ പിടിക്കുന്നു. അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പാണ് ഈ ക്രിസ്ത്യാനിറ്റി. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ അറ്റ് ഓൾ. റിലീജിയൻ സ്ഥാപിക്കാൻ വേണ്ടി യേശു വന്നില്ല. നിങ്ങൾ ഏത് റിലീജിയനാണോ, യു ഷുഡ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ജീസസ്. Then only you can go to heaven. Jesus said, I am the way, the truth and the life. No one can go to the Father except through me. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. എന്നിൽ കൂടാതെ ആർക്കും നിങ്ങൾക്ക് പിതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം, യേശുവിനെ മുമ്പിൽ കാണണം, യേശുവിനെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാക്കണം, കർത്താവിൻ്റെ കൂടെ നടക്കണം. ഇത് മാത്രമാണ് എൻ്റെ പ്രസംഗം. അങ്ങനെ ഒരാൾ പോലും മിസ് ചെയ്യാൻ പറ്റിയില്ല. സോ ജീസസ് സെഡ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ പേൾ. അല്ലേ, ഒരു മുത്ത് പോലെയാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് മെർച്ചൻ്റ് ഗോയിങ് ആൻഡ് ബൈയിങ് എ ട്രഷർ, ഒരു നിധിയാണ് എന്നൊക്കെയാണ് യേശു പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കിങ്ഡം ഓഫ് ഗോഡ് ഇഫ് യു മിസ്, വാട്ട് ഈസ് ഹാപ്പനിങ്? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇഫ് യു മിസ് ദ കിങ്ഡം ഇറ്റ് മീൻസ് വീപ്പിംഗ്, വെയിലിംഗ് ആൻഡ് നാഷിംഗ് ടീത്ത്. അപ്പോൾ ആ സ്വർഗരാജ്യം മിസ് ചെയ്താൽ നരകം ഹൊറിബിളാണ്, നരകം ഇറ്റേണലാണ്. അവിടെ എന്നാ പറയുന്നത്, ഇങ്ങനെ അവിടെ പല്ലുകടിയുണ്ട്, കരച്ചിലുണ്ട്, അവിടെ തീയുണ്ട്, പക്ഷേ ആരും ചുട്ടുകരികയില്ല. തീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, സാത്താൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഭയങ്കര ആരും അവിടെ നരകത്തിൽ പോകരുത്. അതിനാണ് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത്. ടു മിസ് ദ ഇറ്റേണൽ കിങ്ഡം ഈസ് എ ഡിസാസ്റ്റർ. ഇറ്റ് ഈസ് സംതിങ് പ്രഷ്യസ് ദാറ്റ് യു ഹാവ് ടു ബി യു ഹാവ് ടു ഡിസൈർ. എല്ലാ ദിവസവും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം എന്നാണ് പിന്നെയും ഞാൻ പറയുന്നത്. സോ ജീസസ് സ്പോക്ക് അബൌട്ട് ദ കിങ്ഡം. ഈ കിങ്ഡം, ഈ രാജ്യത്തെ പറ്റിയാണ് എവിടെ ചെന്നാലും ജീസസ് പ്രസംഗിച്ചത്. അതുകൊണ്ടല്ലേ ഒരു കള്ളൻ, നമ്മൾ ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എ തീഫ് വാസ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 42-43. ലൂക്കാസിൻ്റെ സുവിശേഷം 23:42-43 വാക്യത്തിൽ ആ തീഫ് എന്ന ഒരു കള്ളനാണ് കേട്ടോ, മോഷ്ടാവാണ്. അപ്പോൾ എന്താണ് ആ കള്ളൻ പ്രാർത്ഥിച്ചത്? യേശു കുരിശിൽ കിടക്കുകയാണ്, യേശു തൂങ്ങി കിടക്കുകയാണ് മധ്യത്തിൽ. ഇടത്തും വലത്തും 2 കള്ളന്മാരെ ക്രൂശിച്ചു. അപ്പം ഒരു കള്ളൻ പറഞ്ഞു, ഇടത്ത് വശത്തുള്ള കള്ളനായിരിക്കും, അവൻ പറഞ്ഞു, നിനക്ക് നിന്നെ തന്നെ, നീ ദൈവത്തിൻ്റെ അല്ലേ, നിനക്കെന്നാ, നീയും ഞങ്ങളെപ്പോലെയൊക്കെ തൂങ്ങി മരിക്കുകയാണോ, എന്താ നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു കളിയാക്കുകയാണ് ഇടത്ത് വശത്തുള്ള. പക്ഷേ വലത്ത് വശത്തുള്ള കള്ളൻ പറയുകയാണ്, നീ എന്താണ് പറയുന്നത്?
ഇത്രയും നീതിമാനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. അവരെ ക്രൂശിൽ തറച്ചതാണ്. പക്ഷേ ആ കള്ളൻ പറഞ്ഞ അവസാനം പ്രാർത്ഥിച്ചു, ലോർഡ് റിമെമ്പർ മീ വെൻ യു കം ഇൻ ടു യുവർ കിങ്ഡം എന്ന്. കർത്താവേ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ആ കള്ളൻ പ്രാർത്ഥിച്ചു. കണ്ടോ, ആ ക്രൂശിൽ കിടന്ന് ആ കള്ളനെ പോലും യേശു രക്ഷിച്ചു. അന്നേരം യേശു പറയുകയാണ്, അഷ്വലി ഐ സേ ടു യു ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഞാൻ സത്യമായിട്ട് പറയുന്നു, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസായിൽ ഉണ്ടാകും എന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എ തീഫ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഗോഡ്സ് കിങ്ഡം. ഹൗ കം? ഒരു കള്ളൻ ഇങ്ങനെ ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. അതെങ്ങനെയാണ്? ദൈവരാജ്യത്തെപ്പറ്റി സംസാരിക്കുന്നു. അതെങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ യേശു എവിടെ പോയാലും ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചു. കള്ളന്മാർ കേട്ടു, കൊള്ളക്കാർ കേട്ടു, ബറാബാസ് കേട്ടു. എല്ലാവരും, കൊലയാളികളെല്ലാം ഈ ദൈവത്തിൻ്റെ രാജ്യത്തെപ്പറ്റി ഫരിസേയർ കേട്ടു. പക്ഷേ കുറേ പേര് വിശ്വസിച്ചു, കുറേ പേര് ഏറ്റെടുത്തു. അവർക്കെല്ലാം സ്വർഗരാജ്യം കിട്ടും. വിശ്വസിക്കാത്തവരും തള്ളിക്കളഞ്ഞവരും നരകത്തിലേക്കാണ്. ഗോഡ് വിൽ ഡിവൈഡ് ദിസ് വേൾഡ് ഇൻ ടു ടു. ഡെഫിനറ്റ്ലി ദർ ഇസ് എ ജഡ്ജ്മെൻറ്റ്. ഒരു വിധി ദിവസം വരുന്നുണ്ട്. അപ്പം ഒരൊറ്റയാൾ പോലും, ഏത് റിലീജിയനാണോ, ഏത് മതമാണ്, എങ്ങനെ മരിച്ചോ, എങ്ങനെ കത്തിച്ചോ, നിങ്ങളുടെ ശരീരം സമുദ്രത്തിലാണോ, പൊടിയാണോ, ചാരമാണോ, എവിടെ മരിച്ചാലും എവിടെ പോയാലും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരും, ഒരു വിധി ദിവസം. അന്നേരം പകുതി പേര് ഇടത്ത്, പകുതി പേര് വലത്ത്. ഇടത്ത് വശത്തുള്ളവരെല്ലാം will be going to the Satan's kingdom, that is hell. There will be weeping and gnashing and wailing, gnashing of teeth എന്ന് പറഞ്ഞ് കരച്ചിലും വിലാപവും പിന്നെ പല്ലുകടിയും എല്ലാം അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ വലത്ത് വശത്തുള്ളവർ, നിങ്ങൾ ദൈവവചനം ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു, നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഗോഡ് വിൽ ഡിവൈഡ് ദ വേൾഡ് ഇൻ ടു ടു. രണ്ടായിട്ട് തിരിക്കും. യേശുവിനെ അക്സെപ്റ്റ് ചെയ്തവർ ഒരു വിഭാഗം, യേശുവിനെ സ്വീകരിക്കാത്തവർ, ഈ വചനം സ്വീകരിക്കാത്തവർ ഇനിയൊരു വശത്ത്. അങ്ങനെ there is a division going to happen. Amen. So നിങ്ങൾക്ക് ദൈവം ഈ വചനം പറഞ്ഞു തരുന്നു, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ വചനം തരുന്നു. ഏറ്റെടുക്കുക. നമുക്കാർക്കും സ്വർഗരാജ്യം മിസ് ചെയ്യാൻ പാടില്ല. ആരും ഒരാൾ പോലും നരകത്തിൽ പോകരുത്. അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ സീറ്റൊക്കെ ഉറപ്പാണ്. പക്ഷേ എന്താണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളാരും ആ സ്വർഗം മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്, ഇങ്ങനെ ഞാൻ പേര് പറയുന്നില്ല, സ്കൂൾ ഫ്രണ്ടാണ്. അപ്പം പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, യേശു വരും കേട്ടോ. ഞാൻ സുവിശേഷം എല്ലാം പറഞ്ഞു യേശു വരും. എന്നിട്ട് ഞാനങ്ങനെ പറന്നു പോകും, നീ ചിലപ്പോൾ ഇവിടെ നിൽക്കും, നീ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ, അയ്യോ ട്രീസ ഡോണ്ട് ടേക്ക് മീ ഓൾസോ, ഡോണ്ട് ഗോ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു. സോ അന്നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇത് വിശ്വസിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നമുക്കും സ്വർഗത്തിലേക്ക് പറക്കാൻ സാധിക്കും. അതിനെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, കൃപ തരട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാൾ പോലും ദൈവരാജ്യം മിസ്സാകാതിരിക്കട്ടെ. സ്വർഗം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.